നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടുമെന്നും നരേന്ദ്രമോദി. കണ്ടാണശ്ശേരിയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. വീടിന്റെ ചിമ്മിനിക്കൂടിനുള്ളിൽ വിദഗ്ധമായി ഒളിപ്പിച്ചിരുന്ന ഹാൻസ് ശേഖരമാണ് പിടിച്ചെടുത്തത്. ഒരാളെ കുന്നംകുളം എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. 80,000 രൂപ മോഷ്ടിച്ച പ്രതി വയനാട് സ്വദേശി മൂർഖൻ വീട്ടിൽ ഷംഷാദിനെയാണ് ചാവക്കാട് പോലീസ് പിടികൂടിയത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ വ്യാജ വക്കാലത്ത് തയ്യാറാക്കിയ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. വെള്ളിയാഴ്ച പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കും. അണ്ടത്തോട് നാക്കോലയിലെ കൾവർട്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് BJP പുന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. വിശദമായ വാർത്തയിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടുമെന്നും നരേന്ദ്രമോദി ബീഹാറിൽ പറഞ്ഞു. അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്ന് നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി. 1 മിനിറ്റ് മൗനമാചരിച്ച ശേഷമാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഇന്ത്യ ഒറ്റക്കെട്ടായി ആക്രമണത്തിൽ രോഷം പ്രകടിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ഭീകരവാദികളെ കൂടി മണ്ണിൽ മൂടാൻ സമയമായി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസംഗത്തിൽ പാകിസ്ഥാനെ പ്രധാനമന്ത്രി പരോക്ഷമായി പരാമർശിച്ചു. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നവരെയും ശിക്ഷിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. 22 अप्रैल को जम्मू कश्मीर के पहलगाम में आतंकियों ने मासूम देशवासियों को जिस बेरहमी से मारा है, उससे पूरा देश व्यथित है. कोटि कोटि देशवासी दुखी हैं. सभी पीड़ित परिवारों के इस दुख में पूरा देश उनके साथ खड़ा है. കണ്ടാണശ്ശേരിയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. വീടിന്റെ ചിമ്മിനിക്കൂടിനുള്ളിൽ വിദഗ്ധമായി ഒളിപ്പിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് പിടികൂടിയത്. സംഭവത്തിൽ ഒരാളെ കുന്നംകുളം എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കണ്ടാണശ്ശേരി പുത്തൻകുളത്തിനു സമീപത്ത് സ്ഥാപനം നടത്തുന്ന കളത്തിൽ KS ഉണ്ണികൃഷ്ണനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. നിരോധിത ലഹരി വിൽപ്പന നടത്തുന്നതറിഞ്ഞ് പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയതിൽ ഹാൻസ് കണ്ടെടുത്തിരുന്നു. തുടർന്നു നടത്തിയ ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കുന്ന സമീപനമാണ് ഇയാൾ സ്വീകരിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള വീടിന്റെ ചിമ്മിനിക്കൂടിൽ ഒളിപ്പിച്ച നിലയിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻശേഖരം കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും സംഘം സ്ഥലത്തെത്തി അതീവ രഹസ്യമായി ഒളിപ്പിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയുമായിരുന്നു. ഹാൻഡ് പാക്കറ്റുകൾക്കൊപ്പം ഉണ്ണികൃഷ്ണനെയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിതിൻ, സതീഷ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, VL ബിജു, TS ശരത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രൻ പരിശോധനാ സമയത്ത് സന്നിഹിതയായിരുന്നു. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. 80,000 രൂപ മോഷ്ടിച്ച പ്രതി വയനാട് സ്വദേശി മൂർഖൻ വീട്ടിൽ ഷംസാദിനെയാണ് ചാവക്കാട് പോലീസ് പിടികൂടിയത്. ഈ മാസം 8-നാണ് ചാവക്കാട് ഉപ്പാപ്പ പള്ളിയിൽ മോഷണം നടന്നത്. പ്രതിയെ കണ്ടെത്തുന്നതിനായി ഗുരുവായൂർ ACP സിനോജ്, ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചുള്ള അന്വേഷണത്തിലാണ് കവർച്ച നടത്തിയത് മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചു മാത്രം കവർച്ച നടത്തുന്ന ഷംഷാദ് ആണെന്ന് വ്യക്തമായത്. 2024 മാർച്ച് മാസത്തിൽ തമിഴ്നാട് ഡിണ്ടിഗൽ ജില്ലയിലുള്ള വേട്ടസന്തൂരിലുള്ള പള്ളിയിൽ മോഷണം നടത്തിയതിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്.
മൊബൈൽ ഫോണോ മറ്റു സാമൂഹ്യ മാധ്യമങ്ങളോ ഉപയോഗിക്കാത്ത പ്രതി ഉപ്പാപ്പ പള്ളിയിലെ മോഷണത്തിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഏർവാടിയിലെത്തി. ചാവക്കാട് പോലീസ് അതിസാഹസികമായാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സബ് ഇൻസ്പെക്ടർമാരായ ശരത് സോമൻ, അനിൽകുമാർ PS, ASI അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ് EK, അനീഷ്, രജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ വ്യാജ വക്കാലത്ത് തയ്യാറാക്കിയ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അഴിമതി നടത്തുവാൻ വേണ്ടി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണിയുടെ പേരിൽ വ്യാജ വക്കാലത്ത് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിനെതിരെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനെതിരെയും വക്കാലത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സംഭവത്തിൽ കുറ്റക്കാരിയായ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെക്രട്ടറി നിർവഹണം നടത്തുന്ന തെരുവുവിളക്ക് പരിപാലനം പദ്ധതിക്കുവേണ്ടി ഈ ടെൻഡർ നടപടി സ്വീകരിച്ചതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ക്വാഡ് ചെയ്ത കമ്പനിക്ക് കരാർ നൽകുന്നതിനു പകരം ഉയർന്ന നിരക്ക് ക്വാഡ് ചെയ്ത കരാറുകാരന് നൽകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈ തീരുമാനം നിയമവിരുദ്ധമാണെന്നും ഇത് ടെൻഡർ നടപടികളുടെ നഗ്നമായ ലംഘനമാണെന്നും അഴിമതിയും സ്വജനപക്ഷപാതമാണെന്നും ചൂണ്ടിക്കാട്ടി UDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും കൂടാതെ ഇത് നിയമലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയായിരുന്നു. വീണ്ടും യോഗം ചേർന്നുവെങ്കിലും UDF അംഗങ്ങളും സെക്രട്ടറി മുൻ നിലപാടിൽ ഉറച്ചുനിന്നു. നിയമവിരുദ്ധ തീരുമാനം കൈക്കൊണ്ട പഞ്ചായത്ത് ഭരണസമിതി നടപടിക്കെതിരെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് ഹൈക്കോടതിയിലും ഓംബുഡ്സ്മാനും നൽകിയ പരാതികൾക്കും വ്യവഹാരങ്ങൾക്കുമൊടുവിൽ പഞ്ചായത്തിനു വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി വാദിയായും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും വാദിയായി വക്കാലത്ത് തയ്യാറാക്കി അഡ്വക്കേറ്റ് ദീപു തങ്കൻ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിക്കുകയുണ്ടായി. പഞ്ചായത്ത് രാജ് ചട്ടത്തിനകത്ത് സർക്കാർ തന്നെ തീരുമാനിച്ചു ഇതിനു മുകളിൽ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ പഞ്ചായത്ത് രാജിന്റെ വേണ്ടി ഏർപ്പെടുത്തിയുള്ള ഓംബുഡ്സ്മാനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓംബുഡ്സ്മാന് ഈ ഫയൽ പരിഗണനയ്ക്ക് വേണ്ടി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി. L1 എന്ന് പറയുന്ന ഡെക്കാൻ അസോസിയേറ്റ്സ് സുജിത്ത് ഇലക്ട്രിക്കൽസ് നേടിയെടുത്ത ഹൈക്കോടതി നേടിയെടുത്ത സ്റ്റേയെ അതിനെ റദ്ദ് ചെയ്യുന്നു. വീണ്ടും താൽക്കാലിക ഇൻട്രീം സ്റ്റേ ഇവർക്ക് കൊടുക്കുന്നു. ആ വക്കാലത്തിനകത്ത് വളരെ കൃത്യമായ പ്രേരണത്ത് പറയുന്നുണ്ട് പഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും എന്ന് പറഞ്ഞിട്ടാണ് കോടതിക്ക് റിട്ട് പെറ്റീഷൻ ചെന്നിരിക്കുന്നത്. എന്നാൽ സ്റ്റേ ഉത്തരവിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട റിട്ട് പെറ്റീഷൻ തന്റെ അറിവോ സമ്മതമോ ഇല്ലാത്തതാണെന്നും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കോടതിയെ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും അഡ്വക്കേറ്റ് ദീപു തങ്കനും കൂടി ചേർന്ന് വ്യാജമായി തയ്യാറാക്കിയതാണെന്ന് ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, അഡ്വക്കേറ്റ് ജനറൽ, ഹൈക്കോടതി രജിസ്ട്രാർ എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠത്തിന് മുമ്പാകെ ആൾമാറാട്ടം നടത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ വ്യാജ വക്കാലത്ത് തയ്യാറാക്കിയ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നും തെരുവുവിളക്ക് പരിപാലനം പദ്ധതി നടപ്പിലാക്കുവാൻ താഴ്ന്ന നിരക്കിൽ അംഗീകൃത കരാറുകാർ ഉണ്ടായിരുന്നിട്ടും ഉയർന്ന നിരക്കിൽ കരാർ ഉറപ്പിക്കുവാൻ തീരുമാനിച്ചതിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും മാസങ്ങളായി കത്താതെ കിടക്കുന്ന ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ തെരുവുവിളക്ക് കത്തിക്കുവാൻ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങളായ ആന്റോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, നജില സിറാജുദ്ദീൻ എന്നിവർ വെള്ളിയാഴ്ച കേച്ചേരി സെന്ററിൽ രാവിലെ 10 മണി മുതൽ 5 വരെ ഏകദിന ഉപവാസം അനുഷ്ഠിക്കുന്നതെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ, UDF മണ്ഡലം ചെയർമാൻ RM ബഷീർ, ചൂണ്ടൽ പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VA മുസ്തഫ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PK പരീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളരെ കൃത്യമാണ്. ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്ക് വേണ്ടി പൊതുമരാമത്ത് ചട്ടം പരസ്യമായ ലംഘനം നടത്തി അതേ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അതിനെ അനുവദിക്കാതെ വന്നപ്പോൾ നഗ്നമായ നിയമനം സംസ്ഥാനത്തിന്റെ പരമോന്നത നീതിപീഠമായ ഹൈക്കോടതിക്ക് മുൻപിൽ ആൾമാറാട്ടും വ്യാജരേഖയും തയ്യാറാക്കി സെക്രട്ടറി ഒപ്പിടാത്ത വക്കാലത്ത് സെക്രട്ടറി ഒപ്പും രേഖകളും കൃത്രിമമായി സൃഷ്ടിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് തെറ്റായ ഉത്തരവ് മേടിച്ചിരിക്കുന്നു. മാത്രമല്ല
ഹൈക്കോടതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, ആൾമാറാട്ടം നടത്തിയിരിക്കുകയാണ്. ഈ ആൾമാറാട്ടം നടത്തിയതിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂഷൻ നടത്തണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. അണ്ടത്തോട് നാക്കോലയിലെ കൾവർട്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് BJP പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് അണ്ടത്തോട് AEO റോഡിലെ പ്രധാന കൾവർട്ട് ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നത്. ഇതുമൂലം AEO, മാവിൻചുവട് എന്നിവിടങ്ങളിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. AEO റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡ് പൊളിച്ചിട്ടതിനാൽ മാവിൻചുവട് റോഡിനെ ആയിരുന്നു യാത്രക്കാർ ആശ്രയിച്ചിരുന്നത്. എന്നാൽ കൾവർട്ട് തകർന്നതോടെ ഇതുവഴിയുള്ള യാത്രയും തടസ്സപ്പെട്ടു. നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ല. ബുധനാഴ്ച കൾവർട്ട് മുഴുവനായും പൊളിച്ച് 1 അടി വ്യാസമുള്ള 3 പൈപ്പിട്ട് അതിനു മുകളിൽ മണ്ണിട്ട് നികത്താൻ അധികൃതർ എത്തിയപ്പോഴാണ് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 16 അടിയോളം വീതി വരുന്ന പറങ്കിപ്പാടത്തുനിന്ന് വരുന്ന കൈത്തോടും ചിറഭാഗത്തുനിന്നും കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും ഈ കൾവർട്ടിലൂടെയാണ് കണ്ടു ബസാർ റോഡിന് കുറുകെ കനോലി കനാലിലേക്ക് ഒഴുകുന്നത്. ഇത്തരം അശാസ്ത്രീയമായ നിർമ്മാണം 2 മാസം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാക്കും എന്നാണ് BJP പ്രവർത്തകരുടെ വാദം. BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി ത്രിപ്പറ്റിന്റെ നേതൃത്വത്തിൽ BJP പുന്നേർകുളം ഈസ്റ്റ് പ്രസിഡന്റ് TK ലക്ഷ്മണൻ, വെസ്റ്റ് പ്രസിഡന്റ് ദിലീപ് അരിയല്ലി, ഭാരവാഹികളായ ദിനേശ് പണിക്കർ, സുജീന്ദ്രൻ ചെറായി, ഷിബി ചെറായി തുടങ്ങിയ പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ഈ പാലം ഇടിഞ്ഞു വീണിട്ട് ഇപ്പോൾ 2 മാസമായി. ഇപ്പം ഇന്നലെ ഇത് പൊളിക്കുകയും 2 പൈപ്പ് ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ BJP നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. 16 അടിയോളം വരുന്ന 2 റോഡുകളാണ് ഇവിടെ ഈ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ആ തോട്ടിൽ കൂടെ വരുന്ന വെള്ളം ഈ 2 പൈപ്പിൽ കൂടെ എങ്ങനെ പോകുമെന്നാണ് പറയണത്. ഇന്നലെ പ്രസിഡന്റ് വന്നിട്ട് ഇത് 4 മാസത്തിനുള്ളിൽ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. 2 മാസം കഴിഞ്ഞ വർഷക്കാലമായി നിരവധി 65 ഏക്കറോളം വരുന്ന കൃഷിഭൂമി വെള്ളത്തിനടിയിലാവുകയും അതിന് ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഈ പണി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ BJPക്ക് പ്രതിഷേധമുണ്ട്. ഈ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തി നല്ലൊരു കൺവെർട്ട് ഇവിടെ പണിയണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലുകളിൽ വിവാഹ ചടങ്ങുകളില്ലാത്ത ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഫോട്ടോ ഷൂട്ടിംഗും നിരോധിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO G അജയകുമാർ അറിയിച്ചു. ഹൈക്കോടതി വിലക്ക് നിലനിൽക്കെ പലരും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ടെമ്പിൾ പോലീസിന്റെ മുന്നറിയിപ്പ്. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. വായനശാലയ്ക്ക് സമീപമാണ് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. എരുമപ്പെട്ടിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നുണ്ട്. ജലക്ഷാമം രൂക്ഷമായതിനാൽ ടാങ്കർ ലോറിയിലെത്തുന്ന വെള്ളത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. പല കുടുംബങ്ങളും 1000 ലിറ്ററിന് 400 രൂപ നൽകിയാണ് വെള്ളം വാങ്ങുന്നത്. പൊട്ടിയ പൈപ്പുകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി വെള്ളം പാഴായി പോകുന്നത് തടയാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ വാർഷിക പൊതുയോഗം ചേർന്നു. കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനും നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ, പുതുതായി ആരംഭിക്കുന്ന കുടുംബശ്രീ സംരംഭങ്ങൾ, JLG ലഹരിക്കെതിരെ കുടുംബശ്രീ പ്രവർത്തകർ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് യോഗം ചേർന്നത്. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ പൂളക്കൽ, പ്രഭാത് മുല്ലപ്പള്ളി, കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറി ഷാനിബ, അക്കൗണ്ടന്റ് മഞ്ജുള മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും നിത്യോപയോഗ സാധനങ്ങളിൽ സ്വയം പര്യാപ്തത നേടാനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു. പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം മാറ്റിവെച്ചു. ഏപ്രിൽ 26, 27, 28 തീയതികളിൽ ആഘോഷിക്കാൻ നിശ്ചയിച്ചിരുന്ന ഇടവകയിലെ തിരുനാൾ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്നാണ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. ഇടവകയിലെ പ്രതിനിധി യോഗത്തിന്റെയും തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ദുഃഖാചരണത്തിന് ശേഷം മെയ് 8, 9, 10 തീയതികളിൽ തിരുനാൾ ആഘോഷിക്കും. മെയ് 8-ന് ഉച്ചതിരിഞ്ഞ് 6 മണിക്ക് ദേവാലയ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മത്തിനും അമ്പ് സമാപനത്തിനും ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിരുനാൾ ദിനമായ 9-ന് രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും ഗാനമേളയും ഉണ്ടാകും. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന് കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ, തിരുനാൾ ജനറൽ കൺവീനർ TD ഡെൽവിൻ,
പബ്ലിസിറ്റി കൺവീനർ PV റാഫി എന്നിവർ നേതൃത്വം നൽകി. കൈകോർക്കാം ലഹരിക്കെതിരെ. ഫുട്ബോളാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. കുന്നംകുളം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PM സുരേഷ് ഫുട്ബോൾ നൽകി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷീജ ഭരതൻ അധ്യക്ഷയായി. റബോണ കിക്കിലൂടെ പ്രശസ്തനായ മുൻ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ താരം സജിൽ എവിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. PV സന്തോഷ് സ്പോൺസർ ചെയ്ത ഫുട്ബോളുകൾ 27ാം വാർഡ് കൗൺസിലർ സജീവൻ വിദ്യാലയത്തിലേക്ക് കൈമാറി. പ്രിൻസിപ്പാൾ ദീപ K, പ്രധാന അധ്യാപിക ഐഷ MP, മാനേജർ OA രവീന്ദ്രൻ, PTA പ്രസിഡന്റ് CR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പുന്നൂർകുളം പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിന്റെ പ്രതിഷേധ സൂചകമായി UDYF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിനു മുന്നിൽ സൂചനാ സമരം നടത്തി. അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതിനാലാണ് പകുതിയിലേറെ തെരുവ് വിളക്കുകൾ പ്രവർത്തനരഹിതമായത്. ചില ഭാഗത്ത് നട്ടുച്ചയ്ക്ക് പോലും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ട്. തെരുവിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDYF നേതാക്കൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. സൂചനാ സമരം ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസിന്റെ അധ്യക്ഷതയിൽ UDF കൺവീനർ PP ബാബു ഉദ്ഘാടനം ചെയ്തു. UDYF കൺവീനർ അഷ്റഫ് ചോലയിൽ, CU സക്കീർ, പഞ്ചായത്ത് മെമ്പർമാരായ അബു താഹിർ, KH ആബിദ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ഹുസൈൻ വലിയകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം തിരുനാൾ ഒരുക്കങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വളണ്ടിയർ കമ്മിറ്റിയുടെ യോഗം ചേർന്നു. മറ്റം സെന്റ് തോമസ് ഫൊറോന പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി. ഗുരുവായൂർ SHO C പ്രേമാനന്ദകൃഷ്ണൻ ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി, ജോയിന്റ് ജനറൽ കൺവീനർ ആൽബർട്ട് ജോസഫ്, വളണ്ടിയർ കമ്മിറ്റി കൺവീനർ PJ ജോൺസൺ, മറ്റ് തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും വളണ്ടിയർമാരും ചടങ്ങിൽ സംബന്ധിച്ചു. തിരുനാളിന്റെ സുഗമമായ നടത്തിപ്പിനായി 500 പേർ അടങ്ങുന്ന വളണ്ടിയർ സേനയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വാഹനങ്ങളുടെ പാർക്കിംഗ്, കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകൾ, പ്രദക്ഷിണം തുടങ്ങിയവയുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക മധ്യസ്ഥനായ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരവും റാസയും ആശീർവാദവും കൈമുത്തും നേർച്ചയും ഉണ്ടായിരുന്നു. തുടർന്ന് രാത്രി പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയുടെ വാദ്യാഘോഷവുമുണ്ടായി. ബുധനാഴ്ച കാലത്ത് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും അങ്ങാടി ചുറ്റിയുള്ള റാസയും ശ്ലൈഹിക വാഴ്വും പ്രത്യേക ധൂപ പ്രാർത്ഥനയും കൈമുത്തും പൊതുസദ്യയുമുണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയിലെ വൈദിക ശ്രേഷ്ഠർ സഹകാർമ്മികരായി. ഇടവക വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി CV ബാബു, ട്രഷറർ റെജി കുണ്ടുകുളങ്ങര എന്നിവരടങ്ങിയ കമ്മിറ്റി പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രക്താർബുദം ബാധിച്ച് ചികിത്സയിലുള്ള ചാവക്കാട് പൂക്കുളം കാവതിയാട്ട് ദിൽരഹാന് HMC ക്ലബിന്റെ കൈത്താങ്ങ്. ചികിത്സാ സഹായത്തിനായി വിഷുദിനത്തിൽ സംഘടിപ്പിച്ച പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച 2 ലക്ഷം രൂപ ദിൽരഹാന്റെ പിതാവ് ദിശീബിന് കൈമാറി. HMC ക്ലബിന്റെ മുഖ്യ രക്ഷാധികാരി ദീപക് ചന്തു, കൗൺസിലർ അക്ബർ കോനേത്ത്, ഷാനവാസ്, സുരേഷ് മാമരക്കാട്ട്, ജഗൻ, അശ്വിനി, ഷിജു, പ്രേംജിത്ത്, സുരേഷ് കണ്ടമ്പുള്ളി എന്നിവർ പങ്കെടുത്തു. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 4ാമത് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ഉല്ലാസപ്പറവകൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ക്യാമ്പ് കൺവീനർ നിജിൽ ജോസ് നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് PV ലിസ്റ്റൺ അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങളായ CA ജസ്റ്റിൻ, CV അരുൺ, TA പ്രിൻസൺ, ക്യാമ്പ് ജോയിന്റ് കൺവീനർ K ശരത് ലൂയിസ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിലെ ആദ്യ ദിനത്തിലെ ക്ലാസുകൾക്ക് സിനിമ നാടക നടനും
മിമിക്രി കലാകാരനുമായ നവീൻ പൈനിത്തടവും സംഘവും നേതൃത്വം നൽകി. രണ്ടാം ദിനമായ വെള്ളിയാഴ്ച കണ്ടാണശ്ശേരി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു സി ജേക്കബിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണവും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മേജർ പി ജെ സ്റ്റൈജു നയിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടക്കും. പാറേമ്പാടം അഗതിയൂർ റോഡിലെ പാലം ശോച്യാവസ്ഥയിൽ. പാലത്തിന്റെ അടിവശത്തെ കമ്പികളെല്ലാം പുറത്തു കാണാവുന്ന സ്ഥിതിയിലാണ്. 1965-ലാണ് ആശാരിത്തോടിനു കുറുകെ പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ ഇരുവശത്തിലൂടെയും ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് വലിച്ചിട്ടുണ്ട്. സംസ്ഥാന പാതയിൽ തിരക്കേറുമ്പോൾ വലിയ വാഹനങ്ങൾ ഈ വഴിയാണ് പോകാറുള്ളത്. സംസ്ഥാന പാതയും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന വഴിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. ഇടുങ്ങിയ പാലമായതിനാൽ ഒരേ സമയം ഒരു വാഹനത്തിനു മാത്രമേ ഇതിലെ പോകാനും സാധിക്കുകയുള്ളൂ. കാലപ്പഴക്കം കൊണ്ട് ശോച്യാവസ്ഥയിലായ പാലം പൊളിച്ചു പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറുപ്രായം മുതൽ വിദ്യാർത്ഥികളെ കായിക രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരിങ്ങപ്പുറം SM-UP സ്കൂളിൽ അത്ലറ്റിക് പരിശീലന ക്യാമ്പിന് കായിക മാമാകം എന്ന പേരിൽ തുടക്കമായി. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് കോഴിക്കോട് പുല്ലൂരാൻപാറ മലബാർ സ്പോർട്സ് അക്കാദമിയിലെ പരിശീലകൻ KA ആഷിഖ് നേതൃത്വം നൽകും. ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം അപ്പുണ്ണി മെമ്മോറിയൽ സ്കൂൾ മാനേജർ OA രവീന്ദ്രൻ നിർവഹിച്ചു. SM-UP സ്കൂൾ PTA പ്രസിഡന്റ് PA ദിനുദാസ് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ദീപ, പ്രധാന അധ്യാപിക ആയിഷ, PTA പ്രതിനിധികളായ VA ജാഫർ, CK ജ്യോതിവാസൻ, അധ്യാപകരായ KS ബിന്ദു, G ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 27, 28, 29 തീയതികളിൽ നടത്താനിരുന്ന വയലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കത്തോലിക്ക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ മാറ്റിവെച്ചതായി പള്ളി ഭാരവാഹികൾ അറിയിച്ചു. മെയ് 4, 5, 6 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷിക്കുക. മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പെരുന്നാൾ മാറ്റിവെച്ചത്. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂർണ്ണ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠാ ചടങ്ങും ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് നടത്തിയ സമാദരണ സദസ്സ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കോഴിക്കാട്ടിൽ ശങ്കരൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി. നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ഭവൻ ഡയറക്ടർ ഡോക്ടർ ശ്രീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർ റീന വർഗീസ്, ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണൻ വാര്യർ, വെളുത്താർ ശിവശങ്കരൻ, കക്കാട്ട് ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു. പ്രശസ്ത കലാകാരന്മാരും വിശിഷ്ട വ്യക്തികളുമായി സദനം രാമൻകുട്ടി നായർ, നാട്യശ്രീ കണ്ണൻ കല്ലാറ്റു മണികണ്ഠക്കുറുപ്പ്, നെല്ലുവായ് ശശി, പരക്കാട് തങ്കപ്പൻ മാരാർ, വരവൂർ ഉണ്ണിനായർ, മച്ചാട് ശശി, തിച്ചൂർ ഉണ്ണികൃഷ്ണൻ, കരിയന്നൂർ പരമേശ്വരൻ, പല്ലാവൂർ രാഘവ പിഷാരടി, ഡോക്ടർ ശില്പ, പത്മാവതി നാരായണൻ, കോനങ്ങത്ത് ഭാസ്കരൻ നായർ, അപ്പോഴത്ത് സരോജിനിയമ്മ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. അതോടൊപ്പം തന്നെ നിരവധി വർഷങ്ങളായിട്ട് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരെ ആദരിക്കാൻ ഈ സംഘാടക സമിതി കാണിക്കുന്ന മനസ്സ്, ഇതെല്ലാം ലോകത്തിന് പാഠമാക്കേണ്ട വിഷയമാണ്. നമ്മൾ നമ്മുടെ പൂർവികരെ എത്രമാത്രം ആദരിക്കുന്നു, അവരോട് ഏത് തരത്തിൽ ഏത് ഭക്തിയിൽ നമ്മൾ അവരെ ആദരിക്കുന്നു, ഇതെല്ലാം പുതുതലമുറകൾക്ക് പാഠമാക്കേണ്ട ഒരു വിഷയമാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കു വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ചും യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയും നാട്. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് അനുശോചനം അർപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, നേതാക്കളായ KV ഗീവർ, CB രാജീവ്, K ജയശങ്കർ, റെജി മാസ്റ്റർ, രാജൻ അണ്ണേടത്ത്, CK ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പലാവ് ജംഗ്ഷനിൽ മെഴുകുതിരി കത്തിച്ച് അനുശോചനവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. അനുശോചന യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് MM അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK അലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭീകരവിരുദ്ധ പ്രതിജ്ഞ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹക്കീം MH ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പങ്കെടുത്തു.
പുന്നിയൂർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PB ബാബു അധ്യക്ഷനായി ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. കോൺഗ്രസ് ആർത്താറ്റ് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ചെമ്മണ്ണൂർ സെന്ററിൽ മെഴുകുതിരികൾ കത്തിച്ച് അനുശോചനം നടത്തി. ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് ഭാരവാഹികളായ MS സുഗുണൻ, CK റസാഖ്, CK ഷാജി, മണ്ഡലം ഭാരവാഹികളായ രാജേഷ്, ആൻഡോ ഡെൽസൺ, ഷാജി SB, പ്രദീപ്, സത്യഭാമ, ലളിത തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ വെച്ച് അനുശോചന യോഗവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നടത്തിയ യോഗത്തിന് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സജീവ് ചാത്തനാത്ത് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ OS വാസുദേവൻ, സലാം വലിയകത്ത്, ബ്ലോക്ക് സെക്രട്ടറിമാരായ TK സുബ്രഹ്മണ്യൻ, MH നൌഷാദ്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ, PN വിഷയകുമാർ, കരീം വെള്ളർക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. അകലാട് CH കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമിതി ജനറൽ സെക്രട്ടറി മിർഫാദ്, ഭാരവാഹികളായ ഹക്കീം, നബീൽ, അംഗങ്ങളായ നൌഫൽ, അസ്ലം, ജാഷിദ്, ജംഷീദ്, ഷഹീൻ എന്നിവർ നേതൃത്വം നൽകി. K കരുണാകരൻ ഫൗണ്ടേഷൻ പൊന്നിയൂരിന്റെ നേതൃത്വത്തിൽ മന്നലാങ്ങുന്ന കരുണാഭവനിൽ വെച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞയും മരണമടഞ്ഞവർക്ക് തിരിതെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. 17ാം വാർഡ് മെമ്പർ മുജീബ് റഹ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ഷാഹു പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സുൽത്താൻ KS പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ബൂത്ത് പ്രസിഡന്റ് KK അക്ബർ, വൈസ് ചെയർമാൻ താച്ചു കരിയാടൻ, യൂസുഫ് തണിതുറക്കൽ, ഷിഹാബ് പുളിക്കൽ, ഷംറൂദ്, നോബി തുടങ്ങിയവർ സംസാരിച്ചു. അക്കിക്കാവ് അഗതിയൂർ ചേന്നപുരം ശിവവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി നടക്കുന്ന ശ്രീ ശുഗമണ്ഡലി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. യജ്ഞാചാര്യൻ ദേശമംഗലം ഓങ്കാരാശ്രമ മഠാധിപതി സ്വാമി നിഗമാനന്ദ തീർത്ഥപാദരെ പൂർണ്ണകുംഭം നൽകി ആചാര്യവരണം ചെയ്തു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി യജ്ഞ തുടക്കം കുറിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സത്യാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V ഗിരീഷ്, P പ്രവീൺകുമാർ, പത്മനാഭൻ നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മെയ് 1-നാണ് പ്രതിഷ്ഠാദിനം. പഴഞ്ഞി മാർ ഡൈനീഷ്യസ് കോളേജിൽ നടക്കുന്ന NCC 24 കേരള ബറ്റാലിയന്റെ കമ്പൈൻഡ് ആനുവൽ ക്യാമ്പിൽ ഫയർ ആൻഡ് സേഫ്റ്റി ക്ലാസ് നടത്തി. കുന്നംകുളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ക്ലാസുകൾ നയിച്ചു. കേണൽ RL മനോജ്, ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ്, ക്യാപ്റ്റൻ KS ലത എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 22 മുതൽ മെയ് 1 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള 500ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഫിസിക്കൽ ട്രെയിനിംഗ്, പരേഡ് ട്രെയിനിംഗ്, റൈഫിൾ ട്രെയിനിംഗ് എന്നിവ ലഭിക്കും. വേലൂർ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംഗമം നടന്നു. തണൽ സൗഹൃദാരാമത്തിൽ നടന്ന സംഗമത്തിൽ ട്രസ്റ്റ് ചെയർമാനും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൽ നിന്നും വിരമിച്ച പാത്രമംഗലം സ്വദേശിയായ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ P ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. മണ്ണിന്റെ വൈവിധ്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ചടങ്ങിൽ സെക്രട്ടറി AN സോമനാഥൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി S വാസുദേവൻ നായർ നന്ദിയും പറഞ്ഞു. നമ്മൾ ജീവിക്കുക ഒരാശയത്തിനു വേണ്ടി എന്ന പ്രമേയത്തിൽ കേരളത്തിലുടനീളം സുന്നി യുവജന സംഘം നടത്തുന്ന 72ാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി അകലാട് സൗത്ത് യൂണിറ്റിൽ പതാക ഉയർത്തി. പ്രതിജ്ഞ ചൊല്ലി കാട്ടിലെ പള്ളി മക്കാം സിയാറത്തിന് ഖത്തീബ് മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. SYS ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മദ്രസ സദറുമായ റിഷാദ് സഖാഫി അൽ ഖാദിരി പരൂർ പതാക ഉയർത്തി. SYS സംസ്ഥാന സെക്രട്ടറിയുടെ സന്ദേശം സദസ്സിനെ കേൾപ്പിച്ചു. അകലാട് മർക്കസ് സെക്രട്ടറി ഷാഫി പ്രതിജ്ഞ ചൊല്ലി. മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി ഷംസുദ്ദീൻ ഹാജി, SYS വടക്കേക്കാട് സോൺ സെക്രട്ടറി ഷഹീർ അകലാട്, ICF ഷാർജ ഡിവിഷൻ സെക്രട്ടറി കബീർ KMA, യൂണിറ്റ് സെക്രട്ടറി സലീം, മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ,
കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചരമം അഞ്ഞൂർ മിച്ചീസ് ഫാൻസി സ്റ്റോർ ഉടമ തൊഴിയൂർ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന പരേതനായ കർണങ്കോട്ട് അപ്പു മകൻ സദാനന്ദൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ലീന ഭാര്യയും ചിന്നു, മിന്നു എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടുമെന്നും നരേന്ദ്രമോദി. കണ്ടാണശ്ശേരിയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. വീടിന്റെ ചിമ്മിനിക്കൂടിനുള്ളിൽ വിദഗ്ധമായി ഒളിപ്പിച്ചിരുന്ന ഹാൻസ് ശേഖരമാണ് പിടിച്ചെടുത്തത്. ഒരാളെ കുന്നംകുളം എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. 80,000 രൂപ മോഷ്ടിച്ച പ്രതി വയനാട് സ്വദേശി മൂർഖൻ വീട്ടിൽ ഷംഷാദിനെയാണ് ചാവക്കാട് പോലീസ് പിടികൂടിയത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ വ്യാജ വക്കാലത്ത് തയ്യാറാക്കിയ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. വെള്ളിയാഴ്ച പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കും. അണ്ടത്തോട് നാക്കോലയിലെ കൾവർട്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് BJP പുന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.